ബേബി എന്ന സിനിമയ്ക്ക് 2 അവാർഡുകൾ സംസ്ഥാന സ്റ്റേറ്റ് അവാർഡ്സിൽ 2 അവാർഡുകളാണ് കോസ്റ്റ്യൂം ആൻഡ് സിംഗ് സൗണ്ടിൽ. പ്രതീക്ഷ രീതിയിലൊരു വിജയം ഈ സിനിമയ്ക്ക് കിട്ടാൻ, പ്രതീക്ഷ രീതിയിലൊരു അംഗീകാരം ഈ സ്റ്റേറ്റ് അവാർഡ്സിലൂടെ കിട്ടിയോ ഈ സിനിമയ്ക്ക്? ഒരു കാലത്തും വളരെ നിഷ്പക്ഷമായിക്കൊണ്ട് സിനിമയെ വിലയിരുത്തിയിട്ട് അങ്ങനെ ഒരു അവാർഡ് നിർണ്ണയം എവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. കാരണം എല്ലാ കാലത്തുള്ള അതിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ, പിന്നെ ഈ അക്കാഡമികളിലൊക്കെ ഉള്ള ആൾക്കാരുടെ താല്പര്യങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് പോകുന്ന അങ്ങനെ ഒരു വളരെ ജസ്റ്റ് ആയിട്ടുള്ള ഒരു അവാർഡായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാലത്ത് അവാർഡിനെ എനിക്ക് തോന്നിയിട്ടില്ല. മലയാള സിനിമ എനിക്ക് മുമ്പോട്ടുള്ളത് വൻ പ്രതീക്ഷയാണെന്നും ജൂറി ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവാർഡുകൾ മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത് 2 സിനിമകൾക്കാണ്. ആ 2 സിനിമകളും പറഞ്ഞ് ഈ 28 പേരുടെ സിനിമകളിലുള്ള സിനിമകളല്ല. പുതിയ ആളുകളൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതൊന്നും അവാർഡ് കൊടുക്കാൻ അവർ അർഹരല്ലെന്നാണോ ആ സ്റ്റേറ്റ്മെൻറ്റ്? ഈ ജൂറിയിൽ മലയാളികളല്ലാത്ത മലയാളികളല്ലാത്ത ആൾ വന്നാൽ ഈ പറയുന്ന ഈ പക്ഷപാതിത്വം കുറച്ച് കുറഞ്ഞിരിക്കും. അക്കാഡമി അതിൽ ഇടപെടുന്നില്ലെങ്കിൽ, അല്ല അക്കാഡമി ചെയർമാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോ അതിൽ യാതൊരു തരത്തിൽ നിഷ്പക്ഷമായി നിൽക്കാമെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെയുള്ള ആൾക്കാരും വ്യക്തിപരമായ ബന്ധങ്ങളുണ്ടാവുമല്ലോ. ഇതാണ് മലയാള സിനിമയുടെ കോണ്ടംപററി ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് കാണിക്കുന്നതായിരിക്കണം ഈ അവാർഡുകൾ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഈ ലിസ്റ്റിംഗ് ആണ്. ഈ ലിസ്റ്റിംഗ് ഒരു കാലത്തും അത്ര സത്യസന്ധമായി നടന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇന്നലെ പ്രഖ്യാപിച്ച അവാർഡുകളിലും അത് സത്യസന്ധമായി നടന്നിട്ടില്ല. നമസ്കാരം, പ്രാന്തൻസ് വട്ടമേശയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായിട്ടുള്ളത് സംവിധായകൻ രഞ്ജൻ പ്രമോദാണ്. സർ, വെൽക്കം ടു പ്രാന്തൻസ് വട്ടമേശ. പുതിയ വിശേഷം, ഓ ബേബി എന്ന സിനിമയ്ക്ക് 2 അവാർഡുകൾ സംസ്ഥാന സ്റ്റേറ്റ് അവാർഡ്സിൽ 2 അവാർഡുകളാണ് കോസ്റ്റ്യൂം ആൻഡ് സിംഗ് സൗണ്ടിൽ. പ്രതീക്ഷ രീതിയിലൊരു വിജയം ഈ സിനിമയ്ക്ക് കിട്ടാൻ, പ്രതീക്ഷ രീതിയിലൊരു അംഗീകാരം ഈ സ്റ്റേറ്റ് അവാർഡ്സിലൂടെ കിട്ടിയോ ഈ സിനിമയ്ക്ക്? അംഗീകാരം എന്ന് പറയുന്നത് ശരിക്കും ജനങ്ങൾ കണ്ടതാണെങ്കിൽ, ഒരു ടെലിഗ്രാമിലും ഒക്കെയാണ് കണ്ടതെങ്കിൽ പോലും ഒരുവിധം ആൾക്കാരൊക്കെ, കേരളത്തിലുള്ള ആൾക്കാരൊക്കെ, മലയാളികളായിട്ടുള്ള ആൾക്കാരൊക്കെ ആ സിനിമ കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ അംഗീകാരമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ പൊതുവേ അവാർഡുകളെ മനസ്സ് കണ്ടുകൊണ്ട് ഞാൻ എടുക്കാറില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ നിരാശയാവും. അപ്പോൾ കാരണം അതൊരു 3-4 പേരിരിക്കുന്ന ഒരു ജൂറി തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ വരും. ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള, കാരണം നമ്മളെ ഇവിടെ തന്നെയുള്ള ആൾക്കാരാണ്, ഇതിൻ്റെ ജൂറി ആയിരിക്കുന്നതായിക്കോട്ടെ, അക്കാഡമി ആയിക്കോട്ടെ, എല്ലാം ഇവിടെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു കാലത്തും വളരെ നിഷ്പക്ഷമായിക്കൊണ്ട് സിനിമയെ വിലയിരുത്തിയിട്ട് അങ്ങനെ ഒരു അവാർഡ് നിർണ്ണയം എവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. കാരണം എല്ലാ കാലത്തുള്ള അതിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ, പിന്നെ ഈ അക്കാഡമികളിലൊക്കെ ഉള്ള ആൾക്കാരുടെ താല്പര്യങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് പോകുന്ന അങ്ങനെ ഒരു വളരെ ജസ്റ്റ് ആയിട്ടുള്ള ഒരു അവാർഡായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാലത്ത് അവാർഡിനെ എനിക്ക് തോന്നിയിട്ടില്ല, ഈ അവാർഡിനെയും തോന്നുന്നില്ല. അത് ഇപ്പോൾ പ്രധാനമായിട്ട് പറയുന്നത് 28 മറ്റോ പുതിയ സംവിധായകരുടെ സിനിമകൾ വന്നു എന്നും, ജൂറി ചെയർമാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മലയാള സിനിമകളെ കുറിച്ച് പുകഴ്ത്തിയിട്ടും മതിയാവാത്ത അത്രയും അദ്ദേഹം മലയാള സിനിമകളെയും പുതിയ സംവിധായകരെയും പുതിയ സിനിമകളെയൊക്കെ ഒരുപാട് പുകഴ്ത്തിയിട്ടുണ്ട്. പിന്നെ മലയാള സിനിമ എനിക്ക് മുമ്പോട്ടുള്ളത് വൻ പ്രതീക്ഷയാണെന്നും ജൂറി ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവാർഡുകൾ മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത് 2 സിനിമകൾക്കാണ്. ആ 2 സിനിമകളും പറഞ്ഞ് ഈ 28 പേരുടെ സിനിമകളിലുള്ള സിനിമകളല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് അതിൻ്റെ അണ്ടർലൈങ് സ്റ്റേറ്റ്മെൻറ്റ്? പുതിയ ആളുകളൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതൊന്നും അവാർഡ് കൊടുക്കാൻ അവർ അർഹരല്ലെന്നാണോ ആ സ്റ്റേറ്റ്മെൻറ്റ്? അത്തരത്തിൽ എനിക്ക് അതിനോട് ഭയങ്കര തമാശയായിട്ട് തോന്നി മൊത്തത്തിൽ. പിന്നെ ജൂറി ചെയർമാൻ സിനിമ ഓ ബേബീനെ പറ്റിയിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് തീർത്തും അപ്രതീക്ഷിതമായിക്കൊണ്ടാണ് പുള്ളി എടുത്തു പറയുന്നത്. അപ്പോൾ ആ ഒരു ഷോട്ടിൻ്റെ അകത്തുള്ള ചില റിയാക്ഷൻസിൻ്റെ അകത്തു നിന്നൊക്കെ നമുക്ക് ഒരു സിനിമ അവിടെ ചർച്ചയിലുണ്ടായിരുന്നു എന്നറിയുന്നു. അത് ശ്രദ്ധിക്കപ്പെടാൻ ഒരു മെയിൻ അവാർഡ് ഒരു പക്ഷേ അതിന് കിട്ടേണ്ടതായിരുന്നു എന്നാണ് ബാക്കിയുള്ള ഒരുപാട് ആളുകൾ പറഞ്ഞത്. പക്ഷേ എനിക്കതിനെ പറ്റിയിട്ട് വലിയ ആവലാതികളൊന്നുമില്ല. കാര്യം നമ്മൾ പൊതുവേ ഒരു സ്റ്റേറ്റ് അവാർഡ് കൊടുക്കുന്ന സമയത്തോ ഒരു സ്റ്റേറ്റ് അവാർഡുകൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ അവർ അവാർഡുകൾ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചറിയാം, അമേരിക്കൻ സിനിമേനെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ആ വർഷം ഇറങ്ങിയിരിക്കുന്ന സിനിമകളിൽ പലതരത്തിലുള്ള നല്ല സിനിമകൾ എടുത്തിട്ട് ഒരു 10-15 സിനിമകൾ എടുത്തിട്ട് അവാർഡുകളിലൂടെ ഷോക്കേസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അത് എല്ലാ കാലത്തേക്കും ആ കാലത്തുള്ളൊരു ലാൻഡ്മാർക്ക്, ട്രേഡ് മാർക്കായിട്ട് ഇതാണ് മലയാള സിനിമയുടെ കോണ്ടംപററി ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് കാണിക്കുന്നതായിരിക്കണം ഈ അവാർഡുകൾ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പുറത്തുള്ളവർക്ക്
അല്ലാതെ ഇത് ഒരു അവാർഡ് കിട്ടിയ ഒരു ശില്പം കിട്ടി ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ ഡ്രോയിങ് റൂമിൻ്റെ അകത്ത് കൊണ്ടുവച്ചുകൊണ്ട് പ്രത്യേകിച്ച് അതിനൊന്നും ഒരു ഇറ്റ്സ് എ മീനിങ്ലെസ് തിങ്. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഈ ലിസ്റ്റിംഗ് ആണ്. ഈ ലിസ്റ്റിംഗ് ഒരു കാലത്തും അത്ര സത്യസന്ധമായി നടന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇന്നലെ പ്രഖ്യാപിച്ച അവാർഡുകളിലും അത് സത്യസന്ധമായി നടന്നിട്ടില്ല. പൊളിറ്റിക്കൽ എന്താ പറയുക, പൊളിറ്റിക്സ് എന്തിനു നടക്കുന്നുണ്ടോ? അല്ല, പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇതാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഫിലിം ഡയറക്ടേഴ്സും നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആൾക്കാരും അക്കാഡമിയൊക്കെ വളരെ അടുത്ത് ഈ അവാർഡ് നിർണ്ണയത്തിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി അക്കാഡമിയും ഈ പറയുന്ന ജൂറിയുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ്റെ ആവശ്യം പോലും വരുന്നില്ല ജൂറിനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ എനിക്ക് തോന്നുന്നു കുറെ കൂടെ ജസ്റ്റിഫയബിൾ ആയിട്ട് നടക്കും. ഒരു പക്ഷേ മലയാളികളല്ലാത്ത മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ നിന്നൊക്കെയുള്ള ഓരോ ആളുകളെയാണ് പിടിച്ച് അതിൽ ഇടുന്നതെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. പിന്നെ സിനിമകൾ കാണുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിലും അതിൻ്റെ ചർച്ചയിലൊക്കെ അതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ളതൊക്കെ ജൂറി ആയിരിക്കണം അത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ജൂറി അല്ലാത്ത ആളുകൾ അതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ നേരത്തെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ അവാർഡ് വന്ന സമയത്ത് വിനയൻ സർ അങ്ങനെ ഒരു ആരോപണവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്തുള്ളൊരു പൊളിറ്റിക്സൊക്കെ നടക്കാനുള്ള സാധ്യത ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ജൂറി അല്ലെങ്കിൽ ഒരു അക്കാഡമി എന്ന് പറയുന്നത് ഒരു 4-5 വർഷത്തേക്കാണ് വെക്കുന്നത്. 5 വർഷം തോന്നുന്നല്ലേ അക്കാഡമിയുടെ കാലാവധി. ഈ കാലാവധിയൊക്കെ വളരെ ദീർഘമായ കാലാവധിയാണ്. കാരണം ഇതൊക്കെ മനുഷ്യരാണ്. ആര് തന്നെ അവിടെ വന്നാലും, ചെയർമാനായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളായിട്ടോ ആര് തന്നെ വന്നാലും അവർക്ക് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, അസൂയകളുണ്ട്, ചിലരോട് ഇഷ്ടക്കേടുകളുണ്ട്, ചിലരെ നന്നാക്കണം എന്നുള്ള താല്പര്യങ്ങളുണ്ട്. ഇത്തരം താല്പര്യങ്ങളൊക്കെ നിരന്തരം 5 വർഷം ഒരേപോലെ നടക്കും. അതൊരു കൺസിഡറബിളായ ഒരു ടൈമാണ് സിനിമയുടെ കാലാവധിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പുതിയ തലമുറ, ഒരു ന്യൂ ജനറേഷൻ ഫിലിം മേക്കർ എന്ന് പറയുന്നതിൻ്റെ ഒരു കാലാവധി 3 വർഷമാണ്. അതായത് 3 വർഷത്തിലൊരിക്കൽ ഒരു ഞെട്ടിക്കുന്ന പൊളിച്ചെഴുതുന്ന സിനിമ വന്നുകൊണ്ടിരിക്കും. ഒരു ട്രെൻഡ് സെറ്റർ എന്ന് നമ്മൾ പറയുന്ന പോലെ. നേരത്തെ ഒക്കെ ഒരു 5 വർഷത്തിലൊക്കെ വന്നുകൊണ്ടിരുന്നൊരു കാര്യം ഇപ്പോൾ വളരെ പെട്ടെന്ന് 3 വർഷത്തിൽ, ചിലപ്പോൾ 1 വർഷത്തിലൊക്കെ തന്നെ ടോട്ടലി അത് മാറ്റി എഴുതുന്ന സിനിമകൾ വരുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാവുന്നവർ തന്നെ ആയിക്കൊള്ളണമെന്നില്ല അവിടെ ജൂറിയിലുള്ള ആളുകൾ. ഇപ്പോൾ നമുക്കിപ്പോൾ ജൂറി ഓരോരോ സമയങ്ങളിലും വരുന്ന സമയത്ത് ജൂറിയിൽ ഇറ്റ്സ് എ വെരി റെസ്പോൺസിബിൾ ജോബ്. മനസ്സിലായില്ല, അതൊരു ഭയങ്കര റെസ്പോൺസിബിൾ, അത്രയും ഉത്തരവാദിത്തോടു കൂടി അതിനെ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ജൂറിയിൽ മലയാളികളല്ലാത്ത ആളുകൾ വരണോ സാർ? മലയാളികളല്ലാത്ത ആൾ വന്നാൽ ഈ പറയുന്ന ഈ പക്ഷപാതിത്വം കുറച്ച് കുറഞ്ഞിരിക്കും. അക്കാഡമി അതിൽ ഇടപെടുന്നില്ലെങ്കിൽ, അല്ല അക്കാഡമി ചെയർമാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോ അതിൽ യാതൊരു തരത്തിൽ നിഷ്പക്ഷമായി നിൽക്കാമെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെയുള്ള ആൾക്കാരും വ്യക്തിപരമായ ബന്ധങ്ങൾ ഉണ്ടാവുമല്ലോ. പുറത്തുള്ള ആളാണ്. അല്ല, നല്ല അഭിപ്രായം പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സിനിമയെ ഒരു അതായത് അതിൻ്റെ ഒരു അവാർഡ് നിർണ്ണയം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സമയത്ത് എടുത്തു പറഞ്ഞു സിനിമയെ പറ്റി, എന്നിട്ടും പ്രധാന അവാർഡുകളൊന്നും സിനിമയ്ക്ക് വന്നിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ വരാതിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന അവാർഡ് എന്തിനാന്ന് വെച്ചാൽ അത് ശ്രദ്ധയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ പ്രധാനമായിട്ടും എന്ത് ചെയ്യുക വെച്ചില്ലെങ്കിൽ ന്യൂ ജനറേഷനിലുള്ള പുതിയ സംവിധായകരെ ഷോക്കേസ് ചെയ്യാൻ കുറച്ച് മാർഗങ്ങൾ ഉണ്ടാവണം അതിൻ്റെ അകത്ത്. അതിന് ഇപ്പോൾ ഒരു സിനിമയ്ക്ക് തന്നെ 10 അവാർഡുകൾ കൊടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നമുക്ക് പറയാനും പറ്റില്ല. മാത്രമല്ല, നന്നാവുന്ന ഒരു സിനിമയ്ക്കകത്ത് എല്ലാ എലിമെന്റുകളും ഒരുവിധം നന്നായിട്ടുണ്ടാവും. നമ്മൾ മോശമാണെന്നൊന്നുമല്ല പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഇതിന് ഈ അവാർഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ സിനിമകളെ, ഈ വർഷം ഇറങ്ങിയിരിക്കുന്ന മികച്ച സിനിമകളെ ഒരു പക്ഷപാതിത്വവും ഇല്ലാതെ ഷോക്കേസ് ചെയ്യുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? പിൻതലമുറയ്ക്ക് വേണ്ടിയോ നമുക്ക് പുറത്തുള്ള ആളുകൾക്ക് വേണ്ടിയോ? അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ആടുജീവിതത്തിനെ പറ്റി അറിയാനും ബേബിനെ പറ്റി അറിയാനൊന്നും ഈ അവാർഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ദിവസത്തെ ഒരു ന്യൂസ് പേപ്പറിൽ വരുന്ന ഒരു ന്യൂസിൻ്റെ അപ്പുറത്തേക്ക് അതിന് യാതൊരു പബ്ലിസിറ്റിയും അതിൻ്റെ അകത്തില്ല. പിൽക്കാലത്ത് പോലും ഇപ്പോൾ നമുക്ക് അവാർഡുകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ മുൻകാലങ്ങളിൽ അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമകൾ അതൊക്കെയാണ്. അതിൻ്റെ ഈ പറഞ്ഞ സംവിധായകർ ആരൊക്കെയാണ്, അവരൊക്കെ എവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കിയാൽ അത് മനസ്സിലാവും. ഇപ്പോൾ പത്മരാജൻ സാറിനൊന്നും അവാർഡുകൾ കിട്ടിയിട്ടില്ല, ലോഹിദാസിന് കിട്ടിയിട്ടില്ല. അങ്ങനെ കുറേ പേർക്ക്, അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഇവിടെ അവാർഡ് കിട്ടിയിട്ടില്ല. ആ കാലഘട്ടങ്ങളിലൊക്കെ അവാർഡ് കിട്ടിയിരിക്കുന്നവരെവിടെ എന്നുള്ളതും കൂടെ നമ്മൾ നോക്കേണ്ടി വരും. ഇപ്പോൾ ജോർജ് സാറൊന്നും ആ വലിയ അംഗീകാരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതുപോലെ സിനിമകൾ ചെയ്തവർ വളരെ കുറവാണ്. സാറിന് കഴിഞ്ഞ സിനിമയ്ക്ക് പ്രേക്ഷാധികാരി വഹിച്ചു വന്ന സിനിമയ്ക്ക് ബെസ്റ്റ് സിനിമയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ബെസ്റ്റ് സിനിമയ്ക്കല്ലായിരുന്നു അത് ജനപ്രീതി നേടിയ കലാമൂല്യമുള്ള സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടി. ഇത്തവണ പക്ഷേ ഈ പറഞ്ഞ പോലെ കോസ്റ്റ്യൂം,
സിംഗ് സൗണ്ട് ഇതിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിപ്പോയി. അപ്പം ഇത്തവണത്തെ ഈ അവാർഡ് കിട്ടിയ ബെസ്റ്റ് സിനിമ കാതൽ എന്ന സിനിമ, പിന്നെ അതുപോലെ ആടുജീവിതം, ഈ 2 സിനിമകളും റിലീസിന്റെ ടൈമിലും പ്രീ റിലീസും ആഫ്റ്റർ റിലീസും ഒക്കെ ആയിട്ട് ഒരുപാട് തിയേറ്ററിൽ ഒരുപാട് ഹൈപ്പ് കൊടുത്തിട്ടുള്ള, അവർ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ഹൈപ്പ് കൊടുത്തിട്ടുള്ള സിനിമകളാണ്. പക്ഷെ ഓ ബേബി തിയേറ്ററിൽ കണ്ട ആളുകൾ നല്ലത് പറയുന്നുണ്ട്. പക്ഷെ അതിനുശേഷം OTT-ൽ ഇറങ്ങിയപ്പോഴാണ് കുറച്ചും കൂടെ ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു തുടങ്ങിയത്. അപ്പം തിയേറ്റർ ഓഡിയൻസിന് അവർക്ക് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണോ ഓ ബേബി? അതിനെ എങ്ങനെയാണ് കണക്കാക്കുന്നത്? തീർച്ചയായിട്ടും തിയേറ്റർ ഓഡിയൻസിനെ ഡിമാൻഡ് ചെയ്യുന്ന സിനിമ തന്നെയാണ്. അങ്ങനെ തിയേറ്ററിന് വേണ്ടിയിട്ട് അങ്ങനെ അല്ലാത്ത എന്നുള്ള സിനിമ അങ്ങനെയല്ലല്ലോ സിനിമ. സിനിമയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഓഡിയൻസിനെ സിനിമയിലേക്ക് കടത്തുക. ആദ്യത്തെ മിനിറ്റിൽ പറ്റുമെങ്കിൽ ആദ്യത്തെ മിനിറ്റിൽ തന്നെ ആൾക്കാരെ സിനിമയിലേക്ക് കടത്തിയെത്തുകയും സിനിമയിലേക്ക് ഇരുന്ന ആളുകൾ സിനിമയിൽ നിന്ന് വിട്ടുപോകാതെ അതിൽ തന്നെ എൻഗ്രോസ്ഡ് ആയിട്ട് 2 മണിക്കൂറോ 2.5 മണിക്കൂറോ നമ്മൾ സിനിമ കാണിക്കുന്ന ആ ഡ്യൂറേഷനിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ സിനിമ വളരെ വിജയകരമായ സിനിമയാണ്. നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മാറിപ്പോയിട്ടില്ലെങ്കിൽ, അല്ല നിങ്ങൾ സ്ട്രേ ചെയ്തു അതിൻ്റെ ശ്രദ്ധയൊക്കെ മാറിപ്പോയാൽ ഇത്. പിന്നെ അംഗീകാരങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും അവാർഡല്ല. അതിന് ഒരിക്കലും ഞാൻ അംഗീകാരമായിട്ട് കാണുന്നേ ഇല്ല സത്യത്തിൽ. വേറൊന്നും കൂടെ ഉണ്ട്. വളരെ റവല്യൂഷണറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അംഗീകാരങ്ങൾ കിട്ടാൻ പ്രയാസവുമാണ്, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം അത് അങ്ങ് മനസ്സിലാക്കിക്കൊള്ളണമെന്നൊന്നുമില്ലല്ലോ, നിർബന്ധമില്ലല്ലോ എല്ലാവർക്കും. അപ്പോൾ കഴിഞ്ഞ അവാർഡ് എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് വന്നിരുന്നത്. ഈ അവാർഡും അപ്രതീക്ഷിതമായിട്ടാണ് വന്നത്. ഇപ്പോൾ സിംഗ് സൗണ്ടിനെ പറ്റി പറഞ്ഞ സമയത്ത്, ഇപ്പോൾ സിംഗ് സൗണ്ടിന് അവാർഡ് കൊടുത്തു. ഇപ്പോൾ സിംഗ് സൗണ്ടിനെ പറ്റി പറഞ്ഞ സമയത്ത് അതിൽ കമൻറ്റിൽ ഇരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഏലത്തോട്ടത്തിലെ അതിസൂക്ഷ്മമായ ശബ്ദങ്ങൾ പോലും ആലേഖനം ചെയ്തതിന് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിലൊരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ജൂറിക്കാണോ എഴുതിയ ആൾക്കാണോ എന്നുള്ളത് അറിയില്ല. കാരണം സിംഗ് സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗ് സൗണ്ടിൻ്റെ സമയത്ത് നമ്മൾ ഡയലോഗ് മാത്രമേ എടുക്കുന്നുള്ളൂ, വേറൊന്നും സിങ്ക് ആയിട്ടല്ല എടുക്കുന്നത്. അപ്പോൾ ഇത് ടോട്ടലായിട്ട് ഇവരെല്ലാം കൂടെ ഒരു എന്താ പറയേണ്ടത്, ഒരു ഒറ്റ സിംഗിൾ ട്രാക്കായിട്ട് ഇതെല്ലാ സൗണ്ടും കൂടെ കല്യാണ വീഡിയോയിൽ എടുക്കുന്ന പോലെ എടുക്കുകയാണ് എന്ന് കരുതിയിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമാണത്. സൂക്ഷ്മമായ ശബ്ദങ്ങൾ പോലും എന്ന് പറയുമ്പോൾ, ഈ സൂക്ഷ്മമായ ശബ്ദങ്ങൾ എന്ന് പറയുന്നത് ഈ സൂക്ഷ്മമായ ശബ്ദങ്ങൾക്ക് വേണ്ടിയാണ് അവാർഡുകൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ സത്യത്തിൽ അത് സൗണ്ട് ഡിസൈന് വേണ്ടിയിട്ടുള്ള അവാർഡായിരിക്കണം. കാര്യം എന്ന് വെച്ചാൽ അത് പിന്നീട് ചെയ്യുന്നതാണ്. നമ്മൾ അവിടെ നിന്ന് റെക്കോർഡ് ചെയ്ത എഫക്ട്സുകൾ ഉണ്ടാവും, ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ടുള്ള എഫക്ട്സുകൾ ഉണ്ടാവും. അതിൻ്റെ സൗണ്ട് സ്കേപ്പ് എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഡയലോഗ് മാത്രമാണ് നമ്മൾ സിംഗ് സൗണ്ടായിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എടുക്കുന്നത്, ഇപ്പം നമ്മൾ എടുക്കുന്നത് പോലെ. ഇതിൻ്റെ ബാക്കിയുള്ള ശബ്ദങ്ങളൊക്കെ പിന്നെ നമ്മളതിൽ ചേർക്കുന്നതാണ്. അതൊരു സൗണ്ട് ഡിസൈനാണ്. അതും ഇറ്റ്സ് എ മച്ച് ബിഗർ വർക്ക്. അതും ഷമീർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിംഗ് സൗണ്ട് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നതെങ്കിലും ഷമീർ അഹമ്മദ് തന്നെയാണ് സൗണ്ട് ഡിസൈനും ചെയ്തിരിക്കുന്നത്. അതിൽ സൗണ്ട് ഡിസൈൻ എന്നുള്ള ക്രെഡിറ്റും ഷമീർ അഹമ്മദിന് തന്നെയാണ്. കാറ്റഗറിയിൽ വ്യത്യാസം വന്നല്ല ഞാൻ പറയുന്നത്. ജൂറിക്ക് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് സിംഗ് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സൂക്ഷ്മമായ ശബ്ദങ്ങളെല്ലാം കൂടെ സിംഗ് സൗണ്ടായിട്ടല്ല ഒപ്പിയെടുക്കുന്നത്. അപ്പോൾ അതതിൻ്റെ സാങ്കേതിക വശം. അപ്പോൾ അങ്ങനെ ഒരു കമന്റ് അതിൽ എഴുതി കണ്ടതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നു എന്നേ ഉള്ളൂ. അതുപോലെ ഓബേബിനെ കുറിച്ച് OTT ഇറങ്ങിയപ്പോഴാണ് സത്യനാരായണ സാർ ഒരു കമന്റ് ചെയ്തത്. ഈ പറഞ്ഞ പോലെ ഇരകളുമായിട്ടൊരു സാമ്യം, അല്ലെങ്കിൽ ഇരകൾ പോലൊരു സിനിമയാണ് എന്നുള്ളൊരു രീതിയിൽ. അങ്ങനെയല്ല, ഇരകൾ പോലൊരു സിനിമയാണെന്ന് അല്ല അദ്ദേഹം പറഞ്ഞത്. പിന്നെ സത്യേട്ടൻ മാത്രമല്ല, ആ സിനിമയെ പറ്റി ഒരുപാട് ആളുകൾ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ എഴുതിയിട്ടുണ്ട്, സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇത് മാത്രം എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക്, മീഡിയാസ് ആയാലും ശരി, എന്തിനാണ് അത് എന്നുള്ളത് എനിക്ക് സത്യത്തിൽ അത് മനസ്സിലാവുന്നില്ല. പിന്നെ സത്യേട്ടൻ എഴുതിയതിൻ്റെ അകത്തുള്ള ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സിനിമയെ കുറിച്ചൊന്നും അദ്ദേഹം വളരെ കൂടുതലൊന്നും എഴുതിയിട്ടില്ല. അതിലാകെ എഴുതിയ ഒരു സീനിനെ കുറിച്ച് മാത്രം പരാമർശിക്കുകയും ചെയ്ത് പെട്ടെന്ന് അതിനെ ഒരുപാട് ജോർജ് സാറ് നെഞ്ചത്ത് ചേർത്ത് എടാ മോനെ എന്ന് വിളിക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ആ സിനിമേനെ ആവശ്യമില്ലാതെ ജോർജ് സാറുമായിട്ട് കൊണ്ട കെട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. സത്യത്തിൽ ജോർജ് സാറ് എന്നെ വെച്ച് എടാ മോനെ എന്ന് വിളിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അത് ഇപ്പോഴല്ല, അത് മീശമാധവൻ കണ്ടിട്ടാ. മീശമാധവന്റെ സമയത്ത് എനിക്ക് ജോർജ് സാറിനെ നേരത്തെ പരിചയമുണ്ട്. ഞാൻ ജോർജ് സാറിന്റെ വലിയ ആരാധകൻ തന്നെയാണ്. അത് ഇവിടെ സിനിമ അറിയാവുന്ന, മലയാളത്തിൽ സിനിമ കണ്ട് കാണുന്ന സിനിമാ പ്രേമികളായിട്ടുള്ള പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, സിനിമ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ജോർജ് സാറിനെ കടന്നു പോകാൻ പറ്റില്ല, ജോർജ് സാറിനെ കൺസിഡർ ചെയ്യാതെ പോകാൻ പറ്റില്ല. അദ്ദേഹത്തിന് എനിക്ക് നേരത്തെ അറിയാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു തമിഴിൽ മഴ വരെ പോകുമെന്ന് പറഞ്ഞിട്ടൊരു സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിനിമ ആദ്യം മലയാളത്തിലായിരുന്നു അത് ചെയ്യാൻ വിചാരിച്ചത്. അതിന്റെ സ്ക്രിപ്റ്റൊക്കെ എഴുതിയ മലയാളത്തിലാണ്. അപ്പോൾ ഹെൻറി സാറാണ് അതിന്റെ പ്രൊഡ്യൂസറായി ഉണ്ടായിരുന്നത്. ഹെൻറി സാർ എന്ന് പറഞ്ഞാൽ യവനികയുടെ പ്രൊഡ്യൂസറാണ്. അപ്പോൾ ജോർജ് സാറായിട്ട് ഭയങ്കര ഫ്രണ്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അന്ന് ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ജോർജ് സാറിൻ്റെ അടുത്ത് വായിക്കാൻ വേണ്ടി പറഞ്ഞു. എനിക്ക് അതിൽ പേടിയൊന്നും ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ജോർജ് സാറിൻ്റെ അടുത്ത് ആ സ്ക്രിപ്റ്റ് വായിക്കുക എന്ന് പറഞ്ഞത്. ജോർജ് സാർ ആ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്ക്രിപ്റ്റ്. എന്നോടൊന്നും പറഞ്ഞില്ല, പുള്ളി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഹെൻറി സാറിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഈ സിനിമ മലയാളത്തിൽ ചെയ്യണ്ട, ഇത് തമിഴിൽ ചെയ്യും,
എന്ന് ഹെൻറി സാറിൻ്റെ അടുത്ത് പറഞ്ഞത് ജോർജ് സാറാണ്. എന്നതിന് ശേഷമാണ് അത് അജിത്തിലേക്ക് എത്തുന്നതും മൂവ് ചെയ്യുന്നതും അങ്ങനെയുള്ള പരിപാടികളൊക്കെ അതിൽ വരുന്ന കാര്യമൊക്കെ ഈ ജോർജ് സാർ പറഞ്ഞിട്ടാണ്.